തെലങ്കാനയിലെ നാഗർ കർണൂൽ ശ്രീശൈലം ഇടതുകര കനാൽ പദ്ധതിയുടെ തുരങ്ക നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് ഉള്ളിൽ കുടുങ്ങിയ തൊഴിലാളികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം അതീവ ദുഷ്കരമായി തുടരുന്നു. കുടുങ്ങിക്കിടക്കുന്നവരുടെ അരമീറ്റർ അടുത്തുവരെ രക്ഷാപ്രവർത്തകർക്ക് എത്താനായെങ്കിലും ചെളിയും വെള്ളവും കെട്ടിക്കിടക്കുന്നതുകൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങാനാവുന്നില്ല. 2023 ഉത്തരാഖണ്ഡിലെ സിൽക്കാര തുരങ്കത്തിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തിയ റാറ്റ് മൈനേഴ്സ് സംഘത്തെ എത്തിച്ചിട്ടുണ്ട്. പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവരെ ജീവനോടെ പുറത്തെത്തിക്കാനുള്ള സാധ്യത അതിവിദൂരമാണെന്ന് തെലങ്കാന മന്ത്രി ജുപ്പള്ളി കൃഷ്ണറാവു തുറന്നു പറഞ്ഞു. 2 എഞ്ചിനീയർമാർ, 2 മെഷീൻ ഓപ്പറേറ്റർമാർ, 4 തൊഴിലാളികൾ എന്നിവരാണ് തുരങ്കമുഖത്ത് നിന്ന് ഏകദേശം 14 കിലോമീറ്റർ ഉള്ളിൽ കുടുങ്ങിയത്. ഉത്തർപ്രദേശ്, ജമ്മു കാശ്മീർ, പഞ്ചാബ്, ജാർഖണ്ഡ് സ്വദേശികളാണിവർ. 25 അടി കനത്തിൽ ചേറ് നിറഞ്ഞ തുരങ്കത്തിൽ ഇവരുടെ അടുത്തെത്തണമെങ്കിൽ ഇപ്പോഴത്തെ രീതിയിൽ 4 ദിവസമെങ്കിലും വേണം. 2 ദിവസത്തിലേറെയായി കുടുങ്ങിക്കിടക്കുന്നവരുമായി ആശയവിനിമയം നടത്താനുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടതായും മന്ത്രി വ്യക്തമാക്കി. ടണൽ കുഴിക്കാൻ ഉപയോഗിച്ചിരുന്ന വലിയ ഭാരമുള്ള കൂറ്റൻ യന്ത്രം മണ്ണിടിച്ചിലുണ്ടായപ്പോഴുണ്ടായ ചെളിയുടെ പ്രവാഹത്തിൽ 200 മീറ്ററോളം അകലേക്ക് ഒലിച്ചുപോയെന്നും മന്ത്രി പറഞ്ഞു. സൈന്യം, ദേശീയ ദുരന്ത നിവാരണ സേന എന്നിവർക്കൊപ്പം വിവിധ ഏജൻസികളും രക്ഷാപ്രവർത്തനത്തിലുണ്ട്. 2 മന്ത്രിമാരും മേൽനോട്ടം വഹിച്ചു വരികയാണ്.